വാർദ്ധക്യമണഞ്ഞപ്പോൾ ഉത്ഥാനപാതൻ ധ്രുവനെ രാജാവായി അഭിഷേകം ചെയ്തു. ധ്രുവൻ ശിശുമാരൻ എന്ന പ്രജാപതിയുടെ പുത്രിയായ ഭൂമിയെ വിവാഹം കഴിച്ചു. അതിൽ കൽപ്പൻ എന്നും വത്സരൻ എന്നും രണ്ട് പുത്രന്മാർ പിറന്നു. പിന്നീട് വായുപുത്രിയായ ഇളയെ വിവാഹം കഴിച്ചു. അതിൽ ഉൽക്കലൻ എന്നു പേരായ പുത്രനും ജനിച്ചു. ഇനി ഉത്ഥാനപാതൻ്റെ മറ്റൊരു പുത്രനായ ഉത്തമൻ്റെ ചരിത്രം നോക്കാം. ഉത്തമൻ വിവാഹം കഴിക്കുകയുണ്ടായില്ല. വേട്ടയാടാനായി ഒരിക്കൽ അയാൾ കാട്ടിൽ പോയി. അവിടെ വെച്ച് രാക്ഷസന്മാരുമായി ഏറ്റുമുട്ടി. ഒടുവിൽ മരണപ്പെടുകയും ചെയ്തു. അവൻ്റെ അമ്മയായ സുരുചി മകനെ തിരഞ്ഞ് കാട്ടിലെത്തുകയും അവിടെയുണ്ടായ കാട്ടുതീയിൽ അകപ്പെട്ട് മരിക്കുകയും ഉണ്ടായി. സഹോദരൻ്റെ ദുർമൃതി അറിഞ്ഞപ്പോൾ കോപിഷ്ഠനായ ധ്രുവൻ രാക്ഷസ നിഗ്രഹത്തിനായി കാട്ടിലെത്തി. രാക്ഷസന്മാരെ സഹായിക്കാൻ യക്ഷന്മാരും വന്നെത്തിയിരുന്നു. യുദ്ധം ഭയങ്കരമായി. ധ്രുവൻ്റെ പരാക്രമത്തിൽ യക്ഷരാക്ഷസ വംശം മുടിയുമെന്നായപ്പോൾ മഹാവിഷ്ണു ഗരുഡ ആരൂഢനായി പ്രത്യക്ഷനായി. ധ്രുവനുണ്ടായ ആനന്ദം വർണ്ണനാതീതമായിരുന്നു. അദ്ദേഹം നമസ്കരിക്കുകയും സ്തുതികൾ ചൊല്ലുകയും ചെയ്ത് ഭഗവാനെ പ്രസാദിപ്പിച്ചു. സഹോദരൻ്റെയും അമ്മയുടെയും മരണം നിനക്ക് താങ്ങുന്നതിലും അപ്പുറമാണെന്നറിയാം. അത് വിധി കൽപ്പിതമാണ്. മായയുടെ പ്രവർത്തനം കൊണ്ടാണ് ഇതിനെ എല്ലാം വൈകാരികമായി നാം ഉൾക്കൊള്ളുന്നത്. വൈരവും കലഹവും ഇല്ലാതാക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. ഇപ്രകാരമുള്ള ഭഗവാന്റെ വാക്കുകൾ കേട്ട ധ്രുവൻ യുദ്ധം അവസാനിപ്പിച്ചു. വീണ്ടും വീണ്ടും പ്രണമിച്ച് നിൽക്കുന്ന ധ്രുവനെ ആശ്വസിപ്പിച്ചും നന്നായി വരും മേലിൽ എന്ന് അനുഗ്രഹിച്ചും വിഷ്ണു അപ്രത്യക്ഷനായി. സന്തുഷ്ടചിത്തനായ ധ്രുവൻ നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. ഭക്തിയും രാജനീതിയും സമന്വയിപ്പിച്ച് ഭഗവാൻ അരുളി ചെയ്തതുപോലെ ധ്രുവൻ 26,000 സംവത്സരം നാടുവാണു. പിന്നീട് പുത്രനായ ഉൽക്കലനെ നാടുവാഴിച്ച് ലൗകിക വിരക്തനായി തീർത്ഥയാത്രയ്ക്കിറങ്ങി. പുണ്യതീർത്ഥങ്ങളും പുണ്യക്ഷേത്രങ്ങളും ദർശിച്ച് ബദര്യാശ്രമത്തിൽ എത്തിച്ചേർന്നു. അവിടെ നാരായണ സ്വരൂപത്തെ ധ്യാനിച്ച് അനുദിനം മനഃപൂജയും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ പാർഷദന്മാരായ സുനന്ദനും നന്ദനും വന്നെത്തി. അവർ ധ്രുവനെ ദിവ്യവിമാനത്തിൽ കയറ്റി മധുര സംഭാഷണങ്ങളാൽ പരിചരിച്ച് അണ്ഡകടാഹങ്ങളുടെ ഭ്രമണപഥത്തിനും മേലെയുള്ള യാത്രയായിരുന്നു അത്. ത്രിലോകങ്ങൾക്കും മേലെ വിമാനം സഞ്ചരിച്ചു. സപ്തർഷികളെയും നവഗ്രഹങ്ങളെയും കടന്ന് ധ്രുവൻ വിഷ്ണു പദത്തെ പ്രാപിച്ചു. ആ ചന്ദ്രതാരം നക്ഷത്രങ്ങളും ചന്ദ്രനും ഉള്ളിടത്തോളം കാലം അധപതനം കൂടാതെ എന്തിനും എല്ലാത്തിനും മീതെ ധ്രുവൻ വിളങ്ങി നിൽക്കുകയാണ് മറ്റൊരു ജഗൽ സാക്ഷിയായി. ധ്രുവചരിതത്തിന് കവി ഫലശ്രുതിയും എഴുതി ചേർത്തിട്ടുണ്ട്. ധ്രുവചരിതം ചൊൽകിലും കേൾക്കിലും ദുരിതവിനാശം വരും, ഒടുവിൽ മോക്ഷവും ഉണ്ടാകും. ധ്രുവൻ്റെ വംശത്തിൽ ജനിച്ചവരായ പ്രചേതസ്സുകൾ നടത്തിയ യാഗത്തിൽ വെച്ചാണ് നാരദൻ ധ്രുവചരിതം ഗാനം ചെയ്തത്. ധ്രുവൻ്റെ സന്തതി ചരിത്രം. മൈത്രേയൻ വിതുരരോട് പറയുന്ന മട്ടിലാണല്ലോ ഈ കഥകളെല്ലാം ഘടിപ്പിച്ചിരിക്കുന്നത്. ധ്രുവൻ്റെ കഥ തീർന്നപ്പോൾ പ്രചേതസ്സുകളുടെ കഥയറിയാൻ വിതുരർക്ക് താൽപ്പര്യമായി. അത് പ്രകാരം മൈത്രേയൻ ധ്രുവൻ്റെ സന്തതി പരമ്പരകളുടെ ചരിത്രം വിസ്തരിക്കുന്നു. ധ്രുവപുത്രനായ ഉൽക്കലനാണ് ധ്രുവന് ശേഷമുള്ള രാജാവായി വാഴിക്കപ്പെട്ടതെങ്കിലും രാജ്യഭരണത്തിൽ അവന് യാതൊരു ശ്രദ്ധയും ഉണ്ടായില്ല. ശാന്തചിത്തനായ അവൻ എപ്പോഴും പരബ്രഹ്മ സ്വരൂപത്തെ ചിന്തിച്ചു തന്നെ ഇരുന്നു. അക്കാരണത്താൽ ഭൂമി എന്ന ഭാര്യയിൽ ധ്രുവന് ജനിച്ച വത്സരൻ എന്ന ഉൽക്കലൻ്റെ സഹോദരൻ രാജ്യാധിപത്യം ഏറ്റെടുത്തു. വത്സരപുത്രൻ പുഷ്പാർണൻ. അവന് പ്രഭ എന്ന ഭാര്യയിൽ പ്രാതകാലം, മധ്യാഹ്നകാലം, സായംകാലം എന്നീ സമയങ്ങളുടെ ദേവതകൾ 3 പുത്രന്മാരായി പിറന്നു. പുഷ്പാർണന് ദോഷ എന്ന മറ്റൊരു ഭാര്യയിലും പ്രദോഷൻ, നിശീഥൻ, വ്യുഷ്ടൻ എന്നീ 3 പുത്രന്മാരുണ്ടായി. പുഷ്പാർണന് ശേഷം രാജ്യം ഭരിച്ചത് വ്യുഷ്ടൻ. അവന് സർവതേജസ് എന്ന പുത്രനും സർവതേജസ്സിന് ചക്ഷുസ് എന്ന പുത്രനും ജനിച്ചു. അടുത്ത മനുവായി ഉയരുന്നത് ചക്ഷുസാണ്.
ഉന്മുഖൻ ആയിരുന്നു ചക്ഷുസിൻ്റെ പുത്രൻ. അവൻ്റെ പുത്രൻ അങ്കൻ. അവൻ അശ്വമേധയാഗം നടത്തി. യജ്ഞഭാഗം സ്വീകരിക്കുവാൻ ദേവന്മാരെത്തുന്നില്ലെന്ന് ഋത്വിക്കുകൾ അറിയിച്ചപ്പോൾ അങ്കൻ കാരണം തിരക്കി. നിനക്ക് സന്തതികളില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും വിഷ്ണുവിനെ ഉദ്ദേശിച്ച് പുത്രകാമേഷ്ടി നടത്തിയാൽ സൽപുത്രൻ ഉണ്ടാകുമെന്നും ഭാവം സ്വീകരിക്കാൻ ദേവകളെത്തുമെന്നും സദസ്യരറിയിച്ചു. അങ്കൻ അതനുസരിച്ച് പുത്രകാമേഷ്ടി നടത്തി. യാഗ അന്ത്യത്തിൽ ഹോമാഗ്നിയിൽ നിന്നും ദിവ്യപുരുഷൻ കയ്യിൽ പായസപാത്രവുമായി വന്നെത്തി. രാജാവ് അത് സ്വീകരിച്ച് സുനീത എന്ന് പേരുള്ള പത്നിക്ക് നൽകി. അങ്ങനെ അവർക്കൊരു പുത്രൻ ജനിച്ചു. അവൻ്റെ പേര് വേനൻ എന്നായിരുന്നു. അവൻ കുട്ടിക്കാലത്ത് തന്നെ മാതാമഹനായ മൃത്യുവിൻ്റെ സ്വഭാവം കാട്ടിത്തുടങ്ങി. അവന് ജന്മം നൽകിയ ഹവിസ്സ് അശുദ്ധമായി ഇരുന്നതിനാൽ കൂടിയാണ് അവൻ ദുർമാർഗിയായത്. പിതാവായ അംഗരാജാവിൻ്റെ മുജ്ജന്മ പാപങ്ങളുടെ അംശം പിന്തുടർന്നതിനാലാണ് വേനൻ ഇപ്രകാരമായതെന്നും പറയാം. അവനെ നേർവഴിക്ക് നടത്താൻ അങ്കൻ ബാല്യത്തിൽ തന്നെ ശ്രമിച്ചെങ്കിലും ഫലമൊന്നും കണ്ടില്ല. അങ്കൻ വിഷാദഭരിതനായി. മനസ്സമാധാനം നഷ്ടപ്പെട്ട തനിക്ക് സമ്പത്തും ഭോഗങ്ങളും എന്തിനാണ്? അദ്ദേഹം രാജ്യം ത്യജിച്ച് രാത്രിയിൽ കൊട്ടാരം വിട്ടിറങ്ങി. തീർത്ഥാടനം ചെയ്ത് തിരുനാമങ്ങൾ ഉച്ചരിച്ച് കഴിഞ്ഞുകൂടി. ഒടുവിൽ മോക്ഷം കൈവരിച്ചു. രാജാവില്ലാതായതോടെ അനാഥരായ പ്രജകൾ എന്തിനി ചെയ്യേണ്ടതെന്ന് പര്യാലോചിച്ചു. ഒരു പരിഹാരമെന്ന നിലയ്ക്ക് ഋഷിമാർ വേനനെ രാജാവാക്കാൻ ഉദ്ദേശിച്ചു. ദുർവൃത്തനായ വേനൻ കൂടുതൽ കശ്മലനായി. അധികാരം കൂടുതൽ ദുഷിപ്പിക്കും എന്നുണ്ടല്ലോ. ധർമ്മമാർഗങ്ങൾ രാജ്യത്തിൽ ഇല്ലാതായി. ദുഷ്ടന്മാരും ഭയപ്പെട്ടുപോയി എന്നിവിടെ കവി പരിഹസിക്കുകയും ചെയ്യുന്നു. ദുഷ്ടന്മാരും ഭയപ്പെട്ടുപോയി എന്ന് കവി ഇവിടെ പരിഹസിക്കുകയും ചെയ്യുന്നു. കാരണം മുഴുവൻ ദുഷ്ടതയും വേനൻ്റെ കയ്യിലായിപ്പോയിരുന്നു നേരത്തെ. സജ്ജനങ്ങളെ ഉപദ്രവിച്ച് വേനൻ പൊറുതി കെടുത്തി. ജഗത്തിൻ്റെ നാഥനായ താൻ തന്നെയാണ് ഈശ്വരൻ എന്ന് വേനൻ പ്രഖ്യാപിച്ചു. എല്ലാവരും ഇനി മുതൽ ഭജിക്കുകയും ആരാധിക്കുകയും ചെയ്യേണ്ടത് തന്നെയാണെന്ന് വേനൻ വിളംബരം ചെയ്തു. ശിവനെയും വിഷ്ണുവിനെയും ആരും വണങ്ങരുതെന്നും അവരെക്കൊണ്ട് എന്തു പ്രയോജനം എന്നും വേനൻ പ്രജകളോട് ചോദിച്ചു. ഇതെല്ലാം കണ്ട് സഹികെട്ട ദേവന്മാരും മുനിമാരും വേനനെ സമീപിച്ച് ഉപദേശിച്ചു നോക്കി. ആ സാമോപായത്തിലൊന്നും വേനൻ വഴിപ്പെട്ടില്ല. ഒടുവിൽ കോപം മുഴുത്ത ഋഷിമാർ അവനെ ശാപം മൂലം വധിച്ചു. എന്നാൽ വേനൻ്റെ അമ്മയായ സുനീത ഈശ്വരേച്ഛയനുസരിച്ചും മന്ത്രങ്ങളുടെയും ഔഷധങ്ങളുടെയും സഹായത്തോടെയും മകൻ്റെ ഭൗതിക ശരീരം കാത്തുസൂക്ഷിച്ചു. പൃഥു ചക്രവർത്തിയുടെ ചരിത്രം. മഹാന്മാരായ പ്രിയവ്രതൻ, ഉത്താനപാദൻ, ധ്രുവൻ തുടങ്ങിയവരുടെ വംശമാണ് വേനൻ്റെ മരണത്തോടെ ഇല്ലാതാകുന്നത്. ആ വംശവിച്ഛേദം നന്നല്ലെന്ന് മുനിമാരറിഞ്ഞു. അതിനാൽ അവർ വേനൻ്റെ ശവശരീരം എടുത്ത് കൊണ്ടുവന്ന് തുടകടയാൻ തുടങ്ങി. കറുത്തു കുറുകിയ വിരൂപനായ ഒരു മനുഷ്യൻ അപ്പോൾ അവൻ്റെ തുടയിൽ നിന്നും പുറത്തു വന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് അവൻ ഋഷിമാരോട് ചോദിച്ചു. നിഷീദ എന്ന് അവർ ഉത്തരവും നൽകി. നിഷീദ എന്നാൽ ഇരുന്നു കൊള്ളുക എന്നർത്ഥം. അവനിൽ നിന്നാണ് നിഷാദ വംശത്തിൻ്റെ അഥവാ കാട്ടാള വംശത്തിൻ്റെ തുടക്കം. അതിനുശേഷം മുനിമാർ വേനൻ്റെ കൈകൾ രണ്ടും കടഞ്ഞു. അപ്പോൾ അതിൽ നിന്നും ഒരു പുരുഷനും ഒരു സ്ത്രീയും ഉത്ഭവിച്ചു. പുരുഷൻ വിഷ്ണുവിൻ്റെയും സ്ത്രീ ലക്ഷ്മി ഭഗവതിയുടെയും അംശാവതാരങ്ങളാണെന്ന് മുനിമാർ മനസ്സിലാക്കി. പുരുഷൻ പൃഥു എന്ന പേരിൽ ലോകപ്രശസ്തനും ലോകാരാധ്യനുമാകുമെന്നും നഷ്ടപ്പെട്ടുപോയ ധർമ്മവും ക്ഷത്രിയ വംശവും അവനിലൂടെ പുനരുജ്ജീവിക്കുമെന്നും ഋഷിമാർ പ്രവചിച്ചു. അപ്പോൾ ഉളവായ സ്ത്രീ അർച്ചിസ് എന്ന പേരിൽ സർവഗുണസമ്പന്നയായി മാറി പൃഥുവിൻ്റെ പത്നീപദം സ്വീകരിക്കുമെന്നും മഹർഷിമാർ അരുളി ചെയ്തു. ഉടനെ തന്നെ പൃഥുവിൻ്റെ ചക്രവർത്തിയായി
പൃഥുവിനെ ചക്രവർത്തിയായി അഭിഷേകം ചെയ്യുവാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. അപ്പോൾ അവിടെ ത്രിമൂർത്തികൾ, അഷ്ടദിക്പാലകന്മാർ, സരസ്വതി, മഹാലക്ഷ്മി, പാർവതി തുടങ്ങിയവരെല്ലാം വന്നെത്തി. രാജോചിതമായി വേണ്ടുന്ന സമ്മാനങ്ങളെല്ലാം ദേവന്മാർ പൃഥുവിന് നൽകി. രാജാവിൻ്റെ ഇരിപ്പിടമായ സിംഹാസനം കുബേരൻ സമ്മാനിച്ചു. അധികാരചിഹ്നമായ വെൺകൊറ്റക്കുട വരുണനും വെഞ്ചാമരം വായുവും നൽകി. കിരീടം ദേവേന്ദ്രനും, രാജദണ്ഡ് യമനും, കവചം ബ്രഹ്മാവും, മുത്തുമാല സരസ്വതിയും, സുദർശന ചക്രം മഹാവിഷ്ണുവും, ഒരിക്കലും നശിക്കാത്ത ഐശ്വര്യം മഹാലക്ഷ്മിയും, ഖഡ്ഗം രുദ്രനും, 100 ചിഹ്നങ്ങളുള്ള വാൾ പാർവതിയും, കുതിര ചന്ദ്രനും, രഥം വിശ്വകർമാവും, തൻ്റെ രശ്മികളെപ്പോലെ അതിവേഗം പായുന്ന ബാണങ്ങൾ സൂര്യനും, വില്ല് അഗ്നിയും, മെതിയടികൾ ഭൂമിദേവിയും, ശംഖ് സമുദ്രവും സമ്മാനിച്ചു. എന്നിട്ട് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ എല്ലാവരുടെയും അനുഗ്രഹ ആശസ്സുകളോടെ പൃഥു ചക്രവർത്തിയായി അഭിഷേകം ചെയ്യപ്പെട്ടു. അപ്പോൾ ദേവവാദ്യങ്ങൾ ഉറക്കെ ശബ്ദിച്ചു. ദേവലോകത്തു നിന്നും പുഷ്പവൃഷ്ടിയുണ്ടായി. സുതമാഗധാദികളായ വൈതാളികന്മാർ സ്തുതി ഗാനങ്ങൾ പാടാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടും കേട്ടും പൃഥു പറഞ്ഞു: ദേവന്മാരെ, ഋഷിമാരെ, പ്രജകളെ, യാതൊരു ഗുണവുമില്ലാത്ത എന്നെ നിങ്ങൾ എന്തിനായി ഇങ്ങനെ കീർത്തിക്കുന്നു? ഗുണമില്ലാത്തവരെ സ്തുതിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഗുണങ്ങൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞാലേ ഒരാളെ സ്തുതിക്കാവൂ. എങ്കിലും മുനിമാരുടെ നിർദ്ദേശപ്രകാരം വൈതാളികന്മാർ സ്തുതി തുടരുക തന്നെ ചെയ്തു. അഭിഷേക കർമ്മങ്ങൾ പൂർത്തിയായപ്പോൾ പൃഥു എല്ലാവർക്കും വലുതായ പാരിതോഷികങ്ങൾ നൽകി. ഉത്തമനായ ഒരു രാജാവിനെ ലഭിച്ചു എന്ന സന്തോഷത്തോടെ വന്നെത്തിയവർ സ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോയി. പൃഥു ചക്രവർത്തിയുടെ രാജ്യഭരണമാണ് തുടർന്ന് വർണ്ണിക്കപ്പെടുന്നത്. ജനങ്ങൾ ആദ്യം ആവശ്യപ്പെട്ടത് അന്നമായിരുന്നു. വിശക്കുന്നവൻ്റെ ഏറ്റവും വലിയ ആവശ്യം ഭക്ഷണമായിരിക്കുമല്ലോ. രാജാവ് അവരുടെ അപേക്ഷ സാധിച്ചു കൊടുക്കാൻ ഭൂമിയോട് അഭ്യർത്ഥിച്ചു. ആവശ്യം നിറവേറ്റാൻ താമസമുണ്ടായപ്പോൾ ക്ഷുഭിതനായി പൃഥു ശരം തൊടുത്ത് ഭൂമിയെ എയ്യാനൊരുമ്പെട്ടു. അപ്പോൾ പശുവിൻ്റെ രൂപം പൂണ്ട ഭൂമി ഓടിത്തുടങ്ങി. രാജാവ് പിന്തുടർന്നു. ഓടിത്തളർന്നപ്പോൾ ഭൂമി രാജാവിനെ തന്നെ അഭയം പ്രാപിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു: മഹാരാജാവേ, കുറ്റം ചെയ്യാത്ത എന്നെ ഭവാൻ വധിക്കാനൊരുങ്ങുന്നത് ധർമ്മമല്ല. അതിൽ ദയയുമില്ല. ഞാനില്ലെങ്കിൽ എങ്ങനെയാണ് ജന്തുവർഗം പുലരുക? ധർമ്മം സംരക്ഷിക്കാൻ വന്ന അങ്ങ് അധർമ്മം കാട്ടുന്നത് മര്യാദയല്ല. ദുഷ്ടനായ ഹിരണ്യാക്ഷനിൽ നിന്നും വരാഹരൂപം പൂണ്ട് വന്നെത്തി എന്നെ സംരക്ഷിച്ച ഭഗവാൻ നാരായണൻ എന്നെ ഇനി മേലിലും രക്ഷിക്കട്ടെ. രാജാവ് ഉചിതമായ മറുപടി പറയുന്നു: എൻ്റെ വാക്കുകൾ അനുസരിച്ചില്ലെങ്കിൽ നീ വധശിക്ഷ നേരിടേണ്ടി വരും. നീ സംരക്ഷിച്ചു പോരുന്ന അന്നം എല്ലാവർക്കുമുള്ളതാണ്. ലോകവാസികൾക്ക് നാശം വരുത്തുന്ന അഹങ്കാരമുള്ള നീ ഗോവല്ല, കപട ഗോവാണ്. നിന്നെ എള്ളിൻമണികളെ എന്ന പോലെ ഞാൻ സൂക്ഷ്മ ശകലങ്ങളായി അരിയും. എന്നിട്ട് എൻ്റെ യോഗബലം കൊണ്ട് ജലമയമായിരിക്കുന്ന ഈ ലോകത്തിൽ പ്രാണിവർഗത്തെ ആകുലതയൊഴിച്ച് സംരക്ഷിക്കും. പൃഥുവിൻ്റെ ഉറച്ച വാക്കുകൾ ഭൂമിദേവിയെ കൂടുതൽ ഭയചകിതയാക്കി. അവൾ ഇപ്രകാരം പറഞ്ഞു: ഇന്ന് ഭൂമിയിൽ അന്നം തുടങ്ങിയ സമൃദ്ധികൾ അധർമ്മികൾ കൈയടക്കിയിരിക്കുന്നു. പണ്ട് ബ്രഹ്മാവ് ലോക അഭിവൃദ്ധിക്കായി സൃഷ്ടിച്ച ഔഷധങ്ങൾ ആചാരവും മര്യാദയും ഇല്ലാത്ത അസത്തുക്കൾ അധീനമാക്കി വച്ചിരിക്കുകയാണ്. അങ്ങനെ